1970 മുതൽ ഇന്നലെ വൈകുന്നേരം വരെ ഒപ്പമുണ്ടായിരുന്ന എനിക്ക് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നഷ്ടപ്പെട്ട വല്ലാത്തൊരു വേദനയാണ് ഉള്ളത്. 1969 കോൺഗ്രസ് ഭിന്നിപ്പിന് ശേഷം ഇന്ദിരാഗാന്ധിയോടൊപ്പം നിലയുറപ്പിച്ച് അപ്രതീക്ഷിതമായി വടകര പാർലമെൻറ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നത് മുതലാണ് ഉണ്ണിയേട്ടനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. അന്ന് KPCC നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി അന്തരിച്ചുപോയ ശ്രീമതി ലീല ദാമോദര മേനോനായിരുന്നു. അവരുടെ പേരും ചിഹ്നവും ചുമരുകളിൽ പതിച്ചപ്പിച്ചതിന് ശേഷമാണ് പ്രത്യേക നിർദ്ദേശമനുസരിച്ച് ശ്രീ KP ഉണ്ണികൃഷ്ണൻ വടകരയിലെത്തുന്നത്. അന്തരിച്ചുപോയ ശ്രീ AC ഷൺമുഖദാസും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വയലാർ രവിയുമാണ് ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് KP ഉണ്ണികൃഷ്ണനാണ് വടകരയിൽ വരുന്നത് എന്ന് ഞങ്ങളെ വിളിച്ച് പറയുന്നത്. ആ ഒരു പോട ബന്ധത്തിൻ്റെ അവസാന കണ്ണിയായി വയലാർ രവി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നത് വലിയൊരു ആശ്വാസം. അന്നു മുതൽ ആരംഭിച്ച രാഷ്ട്രീയ നിലപാടിൻ്റെ തുടർച്ചയായി ശ്രീ KP ഉണ്ണികൃഷ്ണൻ VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൽ അംഗമായി മാറുകയും ചെയ്തു. വടകരയിലെ ഓരോ പ്രവർത്തകനും അവരുടെ മനസ്സിൽ ശ്രീ KP ഉണ്ണികൃഷ്ണൻ ഉണ്ണിയേട്ടനായിരുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി തന്നെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അത്ര ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കാൻ അപൂർവം ചില നേതാക്കന്മാർക്കേ കഴിഞ്ഞിട്ടുള്ളൂ. അതിലൊരു ഉന്നതിയിൽ നിൽക്കുന്ന നേതാവാണ് ശ്രീ KP ഉണ്ണികൃഷ്ണൻ. പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു. ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പോൾ അദ്ദേഹം ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോഴും അദ്ദേഹത്തിന് ഞങ്ങളെക്കുറിച്ച് നല്ലതുപോലെ അറിയാം. ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരുത്തുന്നവരല്ല എന്ന്. ആ ഒരു താല്പര്യം എന്നോട് പറയുന്നതിന് വേണ്ടി 5 ദിവസം എന്നോട് ഡൽഹിയിൽ താമസിക്കാൻ പറഞ്ഞാൽ നിന്നോട് സംസാരിക്കാനുണ്ട് ഇന്ന് പോണ്ടെന്ന് പറഞ്ഞ ട്രെയിൻ ടിക്കറ്റ്, അന്ന് ട്രെയിനാണ്, ടിക്കറ്റ് മാറ്റി ബുക്ക് ചെയ്യിപ്പിച്ച അവസാനം ഒടുവിൽ മനമെല്ലാം മനസ്സോടെ ശശി എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, ഞാനിങ്ങനെ ചർച്ചകൾ നടത്തുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞു, ആര് കൂടെയുണ്ട് എന്ന് നിങ്ങൾ നോക്കേണ്ടതില്ല, നിങ്ങൾ അങ്ങനെയല്ല തീരുമാനമെടുക്കാറ്. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന തീരുമാനം നിങ്ങൾ എടുക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയല്ല, എന്നോടൊപ്പം നിങ്ങളെല്ലാവരും വേണം. ഞാൻ പറഞ്ഞു അതുണ്ടാവില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരുണ്ടാവില്ല, എന്നാൽ പ്രതീക്ഷിക്കാത്തവരുണ്ടാവും. അതാണ് രാഷ്ട്രീയം. പിന്നീട് എന്നെ കാണുമ്പോൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു, നീ പറഞ്ഞത് അത്ര ശരിയാണ്. 1 മാസം മുമ്പെയാണ് ഞാൻ അദ്ദേഹത്തെ ഇവിടെ വന്ന് കണ്ടത്. അന്ന് തന്നെ വലിയ ക്ഷീണമായിരുന്നു. പക്ഷേ വരുന്നതിനൊരു മടിയെന്താന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം സംസാരിക്കണം. ഞാനാണെങ്കിൽ വന്ന് അദ്ദേഹത്തെ ഒന്ന് കണ്ടുപോവുക എന്ന ലക്ഷ്യം വെച്ചായിരിക്കും ഇവിടെ കയറുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് പോകുന്ന ഇഷ്ടമല്ല. അദ്ദേഹത്തിന് ജഗ്ജീവൻ റാമിൻ്റെ കഥ പറയാനുണ്ട്, താരകേശ്വരി സിന്നയുടെ കഥ പറയാനുണ്ട്, മമതാ ബാനർജിയുടെ കഥ പറയാനുണ്ട്, സിദ്ധാർത്ഥ ശങ്കർ റേയുടെ കഥ പറയാനുണ്ട്. ഇങ്ങനെ പല കഥകളും അദ്ദേഹം പറയും. ആ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന്, അന്തർദേശീയ കാര്യങ്ങളിൽ ഇത്രയേറെ പരിജ്ഞാനമുള്ള മറ്റൊരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. കാണാപ്പാടമാണ് അദ്ദേഹത്തിന് അതെല്ലാം. വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു സാഗരമായി ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മാർഗദർശിയായ ശ്രീ KP ഉണ്ണികൃഷ്ണൻ്റെ നിര്യാണം എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരു നിമിഷം പോലും ആലോചിച്ചിരുന്നില്ല. ഇന്നലെ രാവിലെയാണ് എന്നോട്
കുറച്ച് ഗുരുതരമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാനിവിടെ വരികയും ആശുപത്രിയിൽ വരികയും അദ്ദേഹത്തെ കാണുകയും ഡോക്ടർമാരോടും ബന്ധുക്കളോടും സംസാരിക്കുകയും ചെയ്തപ്പോൾ അവരെല്ലാം ഹതാശയരായിരുന്നു. സംഭവിക്കുമെന്ന് ഏതാണ്ട് എല്ലാവർക്കും ഉറപ്പായിരുന്നു. എങ്കിലും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങളെല്ലാം അവിടെ നിന്ന് പിരിഞ്ഞത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വിളിക്കാനൊരു ഉണ്ണിയേട്ടനില്ല. അതാണ് സങ്കടം. കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷവും അദ്ദേഹം വലിയ അവഗണിക്കപ്പെട്ടിരുന്നു. കഷ്ടകാലമൊക്കെ 30 വർഷക്കാലം അദ്ദേഹം രാഷ്ട്രീയത്തിന് അപ്രസക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനം അനവസരത്തിലായിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നരസിംഹറാവുവിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ സഹായം തേടാൻ അന്ന് നരസിംഹറാവു ഗവൺമെൻറ്റിലെ നേതാക്കന്മാർ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ശ്രമത്തോട് അദ്ദേഹം അനുകൂലിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ചയെ കൂടെ നിർത്താൻ അന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് ലീഡർ ശ്രീ കെ കരുണാകരൻ ശ്രമിച്ചതിൻ്റെ ഫലമായി അവർക്ക് പിന്നെ ഉണ്ണികൃഷ്ണനെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആവശ്യമില്ലാത്ത സമയത്ത് അനാവശ്യ സ്ഥലത്ത് കയറി ചെല്ലുന്നതുകൊണ്ട് ഗുണമുണ്ടാവില്ല എന്ന്. ഞാനത്ര വലിയ ഉപദേശമൊന്നുമില്ല, എന്നാലും എൻ്റെ അഭിപ്രായം അദ്ദേഹം കേൾക്കാറുണ്ട്. എൻ്റെ അഭിപ്രായം ഇതാണ്: ഉണ്ണിയേട്ടൻ തെറ്റായ സമയത്താണ് തീരുമാനമെടുത്തത്. നിങ്ങളെ ആവശ്യമുള്ള സമയത്ത് തീരുമാനമെടുക്കാതെ നിങ്ങളുടെ ആവശ്യമില്ലാത്ത സമയത്ത് തീരുമാനമെടുത്തത് ഒരിക്കലും താങ്കൾക്ക് ഗുണകരമാവുകയില്ല എന്ന് പറഞ്ഞു. പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ണിയേട്ടന് വടകരയല്ല നല്ലത്, കോഴിക്കോടാണ് നല്ലത്. കാരണം അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, അതല്ല സ്ഥിതി. അവിടുത്തെ വടകരയിലെ സ്ഥിതി താങ്കൾ വിചാരിക്കുന്ന പോലെയല്ല. അവിടെ LDF ജയിക്കുള്ളൂ. ഇന്നത്തെ വടകരയല്ല, അന്നത്തെ വടകര. അന്ന് അത്ര ഉറപ്പുള്ളൊരു. അതുകൊണ്ട് തന്നെയാണ് അവർ നിരന്തരമായി LDF അദ്ദേഹം സ്ഥാനാർത്ഥിയായ കാലം മുതൽ അദ്ദേഹം വേണ്ട എന്ന് വെക്കുന്നത് വരെ വടകരയിലെ LDF സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം LDFൽ തുടരുമായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും പാർലമെൻറ്റിൽ അംഗവും പ്രമുഖ നേതാവുമായി ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങുമായിരുന്നു. ആ തിളക്കം ഇല്ലാതെ പോയതിന് മറ്റാരും ഉത്തരവാദിയല്ല, സ്വന്തം തീരുമാനങ്ങളാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു വിമർശനാത്മകമായ അപഗ്രഥനത്തിന് ഞാൻ തുനിയുന്നത് ഔചിത്യമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.